കല്യാണ സദ്യക്ക് പപ്പടം കിട്ടാഞ്ഞിട്ടും അതേപോലെ അന്നദാനത്തിന് 4ാമത്തെ തവണ അച്ചാർ ചോദിച്ചതിനുമാണ് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതായത് ഇതിന് മുന്നേ തന്നെ കൊല്ലത്തോ മറ്റോ ലെയ്സ് എന്താ പറയണ്ടത്, ഒരു 5 റുപ്യേൻ്റെ ലെയ്സിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ടച്ച് പിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ലോകമല്ല നമ്മളെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവാത്തൊരു കാര്യം. അതായത് എന്ന് പറഞ്ഞാൽ അന്നദാനം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുണ്ടാകും. എന്ന് വെച്ചാൽ അമ്പലത്തിൽ ഉത്സവത്തിനെക്കാട്ടും ആൾക്കാരാണ് അന്നദാനത്തിന് ഉണ്ടാകുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും. ഏതൊരു അമ്പലത്തിൽ പോയാലും അന്നദാനത്തിന് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും വരും. അപ്പോൾ അച്ചാർ എന്ന് പറയുന്ന ഒരു പ്രാവശ്യം കിട്ടുന്നത് തന്നെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ അത്രയും ഉണ്ടാവില്ല, അവരാക്കുന്നതെന്ന് വെച്ചാൽ അത്രയും കുറച്ചേ ആക്കും. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും എത്തേണ്ട രീതിക്ക് ഉണ്ടാവും. പിന്നെ 4ാമത്തെ 3 തവണ കൊടുത്ത് തന്നെ അവരുടെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. പിന്നെയെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ, ചില അമ്പലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ അന്നദാനത്തിൻ്റെ ആ ടൈമും ചോറ് കൊടുക്കുന്നില്ല ആ ടൈമിലൊക്കെ ഈ അലമ്പാക്കാൻ ഒരുപാട് പേര് വരും. അതല്ലേടി സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടൊക്കെ അച്ചാറിന് വേണ്ടിയിട്ടൊക്കെ അടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത എന്താ പറയണ്ട ഒരു നാറിയ പരിപാടിയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും എന്താ പറയണ്ട ഒരു ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. അവർ ഇത്ര ചോദിക്കാനെല്ലാം പറ്റുമോ എന്നുള്ള കുട്ടികൾ പോലും അങ്ങനെ ചെയ്യൂല. നേരെ മറിച്ച് വലിയ ആൾക്കാർക്ക് എന്താ പറയുക ബോധവൽക്കരണം നടത്തേണ്ട ടൈമായി. ഇതിന് മുന്നേ തന്നെ എവിടെയാണെന്ന് തോന്നുന്നു, കൊല്ലത്തല്ല വേറെ ഏതൊരു സ്ഥലത്താണ്. പപ്പടം കല്യാണ സദ്യക്ക് പപ്പടം കൊടുക്കാത്തതിന് തല്ലി. നമുക്കെന്ന് പറഞ്ഞാൽ സദ്യക്ക് ചോറ് വരെ കിട്ടിയിട്ടില്ല. അതും അന്നദാനത്തിന് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത്, ഈ അമ്പലങ്ങളിൽ തന്നെ പോയിട്ട് തന്നെ ചോറ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അത്രയ്ക്കും തിരക്കിൽ നമ്മൾ നിന്നിട്ട് കഴിക്കാണ്ട് വന്നിനി. അതായത് മാന്യത എന്ന് വെച്ചാൽ എന്താ പറയണ്ടത്, നിന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടാണ്ട് ബോറാവുന്നതിനെക്കാട്ടും നല്ല കഴിക്കാണ്ട് വരുന്നില്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കാണ്ട് വന്നിട്ടുണ്ട്, നമ്മളൊക്കെ കഴിക്കാണ്ട് വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ഇതേപോലെ അച്ചാറും ഇതൊന്നും കൂട്ടാനൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മളത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ലാത്തടത്ത് നിന്നിട്ട് തിന്നിട്ടുണ്ട്. അവിടെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മനുഷ്യന്മാർക്ക് ഇതിന് പറഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പാട് തല്ലുന്നതെല്ലാം പ്രവണത ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും വളമ്പാൻ നിൽക്കാത്ത